ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നട്ടു വളർത്തിയ ഒരു മെലസ്റ്റോമ പ്ലാന്റാണ്. ഇതിലിപ്പോൾ നിറയെ ഫ്ലവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മൊട്ടുകളുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് എനിക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് നന്നായി ഫ്ലവറായിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നൊരു പ്ലാന്റാണ്. ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് പോട്ടിൽ വെച്ചതുകൊണ്ടായിരിക്കും. അത് നല്ല മഴ വന്ന സമയത്ത് അതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് ആ പ്ലാന്റ് നശിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ നട്ട് വെക്കുമ്പോൾ നിലത്ത് നട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു പ്ലാന്റ് വാങ്ങിച്ച് നട്ട് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിന് ഉണ്ടാവാറുള്ളത്. കണ്ടില്ലേ, ഒരുപാട് മൊട്ടുകളുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറയെ ഫ്ലവറായിട്ട് നമുക്ക് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. പിന്നെ ഇതൊരു ചെറിയ പ്ലാന്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത്. ഈ പ്ലാന്റിന് വലിയ റേറ്റുള്ള പ്ലാന്റൊന്നുമല്ല. ഇതിൻ്റെ വൈറ്റ് കളറും അതേപോലെ യെല്ലോ കളറും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലാവൻഡർ കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ 4 കളേഴ്സിലാണ് ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റ് കാണാറുള്ളത്. പക്ഷേ ഈ ഡാർക്ക് വയലറ്റ് കളേഴ്സിലുള്ള പ്ലാന്റാണ് കൂടുതലായിട്ടും ഫ്ലവറായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് തന്നെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ പ്ലാന്റിന് വേണ്ടത്. അപ്പം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിക്ക് വളമായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു വളം കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്. ഈ പ്ലാന്റ് വളരെ ഒരു കുഞ്ഞ് പ്ലാന്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും വളർന്ന് ഈ മതിലിനോടൊപ്പം ഉയരത്തിലെത്തിയിട്ടുണ്ട്. 3-4 ദിവസമൊക്കെ ഈ ഒരു ഫ്ലവർ ഇതിൽ പ്ലാന്റിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെലസ്റ്റോമ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ അറിയാനുള്ളത്. നിറയെ ഫ്ലവറുകളും മൊട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ചിലരുടെ വീട്ടിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ടായിരിക്കും. ഇല്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളർത്തേണ്ടത് എങ്ങനെയെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.